വാർത്തയ്ക്ക് വിശദമായി. ശ്രീമാതാ അമൃതാനന്ദമയി ദേവിക്കെതിരെ അപകീർത്തികരമായ വാർത്ത സംപ്രേഷണം ചെയ്യുന്ന കൈരളി പീപ്പിൾ ചാനൽ മാധ്യമ മര്യാദ ലംഘിച്ചുവെന്ന് പ്രമുഖർ. ആരെങ്കിലുമൊക്കെ പറയുന്നത് സമൂഹത്തോട് വിളിച്ചു പറയുന്നതല്ല മാധ്യമധർമ്മമെന്ന് അപ്പുകുട്ടൻ വള്ളിക്കുന്ന്. സർക്കാരിന് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും ചെയ്ത സാമൂഹ്യ പ്രവർത്തന സ്ഥാപനത്തിന്റെ അധ്യക്ഷയാണ് മാതാ അമൃതാനന്ദമയി എന്നും പ്രമുഖ ഇടതുപക്ഷ ചിന്തകൻ അപ്പുകുട്ടൻ വള്ളിക്കുന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ആരെങ്കിലും ഒക്കെ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ വിളിച്ചു പറയുന്നതല്ല മാധ്യമപ്രവർത്തനം, നമ്മളത് മനസ്സിലാക്കണം. പലരും പറയുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ പുരോഗമന കലാസാഹിത്യ പ്രസ്ഥാനമായാലും മറ്റുള്ളവരുമൊക്കെ പറയുന്നുണ്ട്, ആൾ ദൈവങ്ങളെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ആൾ ദൈവങ്ങൾ ഇവരൊരു മനുഷ്യ സ്ത്രീയായി എന്നുള്ളത് കൊണ്ടും അവരൊരാളാണ് എന്നുള്ളത് കൊണ്ടും അവർ സ്വയം ഒരിക്കലും ദൈവമെന്ന് വിളിക്കുന്നില്ലെങ്കിലും അവരെ അമ്മയെന്നും ദൈവമെന്നും ഒരുപാട് ആളുകൾ വിളിക്കുന്നത് കൊണ്ടും അവരെ ഒരു ആൾ ദൈവങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തു. ഇവിടെ പല ആൾ ദൈവങ്ങളായിട്ടിരുന്ന ചില്ലറക്കാരൊക്കെ പല കാര്യങ്ങളും കാണിച്ച് ജയിലിൽ പോയതൊക്കെ നമുക്കറിയാം. പക്ഷേ ഇവരിവിടെ ചെയ്തത് എന്താ? ഇവരിവിടെ ചെയ്തത് ഈ കേരളത്തിലെ ഒരു ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയാത്തതുപോലുള്ള, അല്ലെങ്കിൽ ഒരു ഇന്ത്യ ഗവൺമെൻറ് പോലും ചെയ്യാൻ കഴിയാത്തതുപോലുള്ള ഒരു പ്രവർത്തനം അവർ നമ്മളുടെ കേരളത്തിലെ മണ്ണിലെ നമ്മളെ സഹോദരന്മാർക്ക് വേണ്ടി, നമ്മളുടെ ഈ കടലോര തീരപ്രദേശത്ത് അവരുടെ ജീവൻ നഷ്ടപ്പെട്ട, സുനാമിയിൽ നഷ്ടപ്പെട്ട ആയിരക്കണക്കായ ആളുകൾക്ക് വേണ്ടി ഒരു വലിയ സംരക്ഷ ഇവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ്റിന് പോലും ചെയ്യാൻ കഴിയാത്തത് ചെയ്ത ഒരു വലിയ സാമൂഹ്യ പ്രവർത്തന പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷയാണ് അവർ. ഇതിൻ്റേതായ പണം വിദേശത്ത് നിന്ന് അവരിൽ വിശ്വസിച്ച് അവർ ധർമ്മിഷ്ഠയായ ഈ സമൂഹത്തിന് ഒരു സേവനം നൽകുന്നത് സത്യസന്ധയാണ് എന്നുള്ള നിലയ്ക്ക് വിദേശത്തു നിന്ന് വരുന്ന പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇത് അവരിവിടെ ചെയ്യുന്നത്. ഈ ചെയ്യുന്നതിൽ ആരെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ആഗ്രഹിക്കുന്നത് പോലെ, ഏതെങ്കിലും ഒരു സാമുദായിക സംഘടനയോ തീവ്ര വിഭാഗങ്ങളോ ആഗ്രഹിക്കുന്ന പോലെ അത് പ്രവർത്തിക്കണമെന്ന് പറയുന്നത് നമുക്ക് പറ്റില്ല. അതിനൊരു സംവിധാനമുണ്ട്. ഒരു അച്ചടിച്ച് ജനങ്ങളുടെ കയ്യിലെത്തിക്കാൻ പോലും കഴിയാത്ത, കോടിക്കണക്കായ ആളുകൾക്ക് പ്രാപ്യമല്ലാത്ത ഒരു മാധ്യമത്തിലൂടെ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഒരു വനിതയിൽ നിന്ന് അവർക്ക് പറയാനുള്ളതെല്ലാം ഇതിൽ നേരിട്ടെടുത്തുകൊണ്ട് ഇവിടെ ജനങ്ങൾക്കിടയിലേക്ക് ഇത് വെരിഫൈ ചെയ്യാതെ, ക്രോസ് ചെക്ക് ചെയ്യാതെ, ഇത് ശരിയാണോ എന്ന് ഉള്ള ഒരു പരിശോധന കൂടാതെ, ഒരു എഡിറ്റിംഗ് പോലും കൂടാതെ നേരിട്ട് അങ്ങനെ എത്തിക്കുക എന്ന് പറയുന്ന ഒരു ധർമ്മം CPIM-ന്റെ നേതൃത്വത്തിൽ നിർവഹിക്കുമ്പോൾ, അതിൻ്റെ ഒരു മാധ്യമം നിർവഹിക്കുമ്പോൾ ഇതിൻ്റെ പിറകിലുള്ള ഈ അജണ്ട എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നോക്കണം. കാരണം